ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് വിശേഷം എന്നല്ലേ, ഇന്ന് ഞാനൊരു അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ, എഗ് റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്തു. ഒരു 3 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 തണ്ട് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയതും, പിന്നെ അതാ ഇത്തിരി ഉപ്പും കൂടെ, അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതങ്ങ് ഒരൊറ്റ ട്രിപ്പേ ഞാൻ ചേർക്കാറുള്ളൂ, ഒരു തവണ മാത്രം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇഞ്ചി മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, അല്ലെ നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണം മതിയാകും. 3 സവാള എടുത്തിട്ടുണ്ട്, ഇടത്തരം സവാളയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് റെഡിയായിട്ട് വരട്ടെ. പിന്നെ ഇതിനകത്തേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കാണ്ട്. ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ABC ജ്യൂസ് അടിക്കാമല്ലോ പറഞ്ഞിട്ട് എടുത്തതാണ്. ഇല്ലെങ്കിലും ബിയും സിയും ഒക്കെ ഉണ്ട്. ബീൻ്റെ അവസ്ഥ കണ്ടില്ലേ, എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. കുറേ ദിവസമായി ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കണു. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാമല്ലോ. പിന്നെ മഞ്ഞളും മുളകൊന്നും ഇടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. 2 എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഇത് മാത്രമേ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തതാണ്. 2 മുട്ടയും കൂടെ പുഴുങ്ങി നടുകെ കീറിയിട്ട് ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയതാണത്. അപ്പോൾ ഇതാ 2-3 നൂൽപുട്ട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ ചായക്കടികൾ. അപ്പോൾ ഇനി നമുക്ക് ABC ജ്യൂസ് എന്തായിരുന്നു നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇത് കഴിക്കാനും പോകണമല്ലോ, അത് നടക്കുന്നുണ്ട്. പിന്നെ അതാ ഈ ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ബി ഭയങ്കരമായിട്ട് ഉണങ്ങിയില്ല, അത്ര ആവശ്യമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ച് എടുത്ത് ആകെ 1/2 ഗ്ലാസ്സേ കിട്ടിയുള്ളൂ. അയ്യോ, വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ചേർക്കാനായിട്ട്. ഒരു 1/2 മുറി നാരങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് കുടിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. 1/2 ഗ്ലാസ്സേ കിട്ടിയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ